ചെമ്മീൻ അഥവാ പ്രോൺസ്. അതിന് പല പേരുകളുണ്ട്. ഷ്രിംസ് എന്നും ഉണ്ട് ഇംഗ്ലീഷിൽ. ഇത് 1/2 കിലോ 600 ഗ്രാം ഉണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ 1/2 കിലോ ഉണ്ട്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി നടക്കും. ചെമ്മീൻ്റെ നടുഭാഗത്തുള്ള അഴുക്കെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ തലയും എടുത്തിട്ടുണ്ട്. തലയുടെ ഇതെല്ലാം കട്ട് ചെയ്ത് തലയിട്ടാൽ നല്ല ടേസ്റ്റാണ് ഈ ചെമ്മീൻ മുളകിട്ടതിന്. ഇനി ഇതിന് വേണ്ട മറ്റ് സാധനങ്ങൾ: കുറച്ച് ഉലുവ വേണം, 25 കുഞ്ഞുള്ളി ചായച്ച് വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് കീറിയത്. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ, കല്ലുപ്പാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഞാൻ. ആവശ്യത്തിന് വെള്ളം, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പിഴുപുളി ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, എരിവെള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇത്രയാണ് ഈ ചെമ്മീൻ മുളകിട്ടതിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കടായി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. കടായി ചൂടാകുമ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഏകദേശം 1/4 ടീസ്പൂൺ ഉലുവായിട്ട് പൊട്ടിക്കാം. ഇത് വന്ന് ചൂടാക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഈ ഓയിലൊന്ന് മൂക്കട്ടെ. ഇതൊക്കെ ചെറുതായി ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. ചെറുതായി ഒന്ന് വാടുമ്പോൾ നമുക്ക് ചാച്ചി വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി അതും ഇതിലൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വാടുന്നതിനായി നമുക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കാം. ഈ കറിയിൽ ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. കറിക്ക് നല്ല സ്വാദ് കിട്ടും. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഉള്ളിയൊക്കെ ചെറുതായി വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് തക്കാളി അരിഞ്ഞ് ചേർക്കാം. തക്കാളി ചേർത്ത് നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം. പാത്രം തന്നെ അടപ്പത്ത് വെക്കാം. തക്കാളിയൊക്കെ വെന്ത് നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. തക്കാളി സൈഡിലോട്ടാക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് ഈ ഓയിലൊന്ന് മൂപ്പിക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് മൂപ്പിക്കാം. കുറേ സമയം നമുക്കിതൊന്ന് ഈ എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം.
അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പ് കുറവാണ്. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത ശേഷം ഇളക്കി ഇളക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേഗം അടച്ചു വയ്ക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 8 തൊട്ട് 10 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടപ്പം തുറക്കാം. കറിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. കറിയൊക്കെ നല്ല വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്നും കൂടെ ഒന്ന് നോക്കാം. ഉപ്പും എരിവും പുളിയും എല്ലാം ആവശ്യത്തിനുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചെമ്മീൻ മുളകിട്ടത് റെഡി. ഇരുന്ന് കുറേ വറ്റും ഇത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ചോറ്, അപ്പം, ഇടിയപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. കറിയെല്ലാം വെന്ത് കുറേയിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.